प्रेमचंद को उपन्यास सम्राट की उपाधि किसने दी? പ്രേംചന്ദിന് ഉപന്യാസ് സമ്രാട്ട് എന്ന ബഹുമതി ആരാണ് നൽകിയത്? ശരത് ചന്ദ്ര ചട്ടോപാധ്യായ. ശരത് ചന്ദ്ര ചട്ടോപാധ്യായ. പ്രേംചന്ദ് ദിൻ ജൂലൈ 31 പ്രേംചന്ദ് ദിനവുമായി ബന്ധപ്പെട്ട് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ. കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേംചന്ദ് കാ ജന്മ കബ് ഹുവാ ഥാ? പ്രേംചന്ദ് ജനിച്ചത് എന്നാണ് 31 ജൂലൈ 1880 31 ജൂലൈ 1880 പ്രേംചന്ദ് കാ മൂൽ നാം ക്യാ ഹെ? പ്രേംചന്ദിന്റെ യഥാർത്ഥ നാമം എന്താണ്? ധൻപത് റായ് ശ്രീവാസ്തവ. ധൻപത് റായ് ശ്രീവാസ്തവ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. പ്രേംചന്ദ് ഉർദു മേം ഉപന്യാസ് ലേഖൻ കിസ് നാം സെ കർത്തേ ഥേ? പ്രേംചന്ദ് ഉറുദുവിൽ നോവലുകൾ ഏത് പേരിലാണ് എഴുതിയിരുന്നത്? നവാബ് റായ്. നവാബ് റായ് എന്ന പേരിലാണ് ഉറുദുവിൽ നോവലുകൾ എഴുതിയിരുന്നത്. ധൻപത് റായ്ക്കോ പ്രേംചന്ദ് നാം കിസ്നെ ദിയാ ഥാ? ധൻപത് റായ്ക്ക് പ്രേംചന്ദ് എന്ന പേര് ആരാണ് നൽകിയത്? ദയാനാരായൺ നിഗം. ദയാനാരായൺ നിഗം ആണ് പ്രേംചന്ദ് എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത്. പ്രേംചന്ദ് നാം സെ പ്രകാശിത് ഉൻകി പഹലി കഹാനി കി നാം ബതാവോ? പ്രേംചന്ദ് എന്ന പേരിൽ പ്രകാശിതമായ അദ്ദേഹത്തിന്റെ ആദ്യ കഥയുടെ പേര് പറയും. ബഡേ ഘർ കി ബേട്ടി. ബഡേ ഘർ കി ബേട്ടി. ബഡേ ഘർ കി ബേട്ടി കിസ് പത്രിക മേം പ്രകാശിത് ഹുയി? ബഡേ ഘർ കി ബേട്ടി എന്ന കഥ ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ജമാന. ജമാന മാസികയിലാണ്. പ്രേംചന്ദ് കെ പിതാ കാ നാം? പ്രേംചന്ദിന്റെ പിതാവിന്റെ പേര്? മുൻഷി അജായബ് റായ്. മുൻഷി അജായബ് റായ് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. പ്രേംചന്ദ് കി മാതാ കാ നാം? പ്രേംചന്ദിന്റെ മാതാവിന്റെ പേര്? ആനന്ദി ദേവി. ആനന്ദി ദേവി എന്നാണ് പ്രേംചന്ദിന്റെ മാതാവിന്റെ പേര്. പ്രേംചന്ദ് കെ ബച്ചെ കോൻ കോൻ ഥേ? പ്രേംചന്ദിന്റെ മക്കൾ ആരൊക്കെ? ശ്രീപത് റായ്, അമൃത് റായ്, കമലാദേവി ശ്രീവാസ്തവ് എന്നിവരാണ് അദ്ദേഹത്തിന്റെ മക്കൾ. പ്രേംചന്ദ് കാ മൂൽ രൂപ് സെ ഹിന്ദി മേ ലിഖിത് പ്രഥം ഉപന്യാസ് കോൻ സാ ഹെ? പ്രേംചന്ദിന്റെ ആദ്യ രൂപം ഹിന്ദിയിൽ എഴുതിയ നോവൽ ഏതാണ്? കായാകൽപ്പ്. കായാകൽപ്പ് എന്ന നോവലാണ് അദ്ദേഹം ഹിന്ദിയിൽ ആദ്യ രൂപം എഴുതിയത്. പ്രേംചന്ദ് കാ മൂൽ രൂപ് സെ ഉർദു മേം പെഹല ഉപന്യാസ് കോൻ സാ ഹെ? പ്രേംചന്ദിന്റെ ആദ്യ രൂപം ഉറുദുവിൽ എഴുതിയ നോവൽ ഏതാണ്? അസ്രാരെ മുആബിദ്. അസ്രാരെ മുആബിദ് ആണ് ഉറുദുവിൽ ആദ്യ രൂപം എഴുതിയ പ്രേംചന്ദിന്റെ നോവൽ. പ്രേംചന്ദ് കാ ഹിന്ദി മേം പ്രകാശിത് പെഹല ഉപന്യാസ് കാ നാം? പ്രേംചന്ദിന്റെ ഹിന്ദിയിൽ പ്രകാശിതമായ ആദ്യ നോവൽ ഏതാണ്? സേവാ സദൻ. സേവാ സദൻ ആണ് അദ്ദേഹത്തിന്റെ ഹിന്ദിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ നോവൽ. സേവാ സദൻ ഉപന്യാസ് മൂൽ രൂപ് സെ ഉർദു മേം കിസ് നാം സെ പ്രകാശിത് ഹുവാ ഥാ? സേവാ സദൻ എന്ന നോവൽ പക്ഷേ ഹിന്ദിയിലല്ല ആദ്യ രൂപം എഴുതിയത്, ഉറുദുവിലാണ്. എന്താണ് ഉറുദുവിൽ ആ നോവലിന്റെ പേര്? ബാസാരെ ഹുസ്ൻ. ബാസാരെ ഹുസ്ൻ എന്നാണ് സേവാ സദൻ നോവലിന്റെ ആദ്യ രൂപത്തിന്റെ പേര്. അതിന്റെ വിവർത്തനമാണ്, പരിഭാഷയാണ് പ്രേംചന്ദ് തന്നെ ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള സേവാ സദൻ. പ്രേംചന്ദ് കാ അപൂർണ ഉപന്യാസ് കോൻ സാ ഹെ? പ്രേംചന്ദിന്റെ അപൂർണമായ നോവൽ ഏതാണ്? മംഗൾസൂത്ര. മംഗൾസൂത്രാണ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാനാകാതെ പോയ നോവൽ. പ്രേംചന്ദ് കാ അപൂർണ ഉപന്യാസ് മംഗൾസൂത്ര കിസ്നെ പൂരാ കിയ? പ്രേംചന്ദിന്റെ അപൂർണ നോവലായ മംഗൾസൂത്ര ആരാണ് പൂർത്തിയാക്കിയത്? അമൃത് റായ്. അദ്ദേഹത്തിന്റെ മകനായ അമൃത് റായ് ആണ് ഈ നോവൽ പൂർത്തീകരിച്ചത്. പ്രേംചന്ദ് കിസ്സുകൾക്ക് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. പ്രേംചന്ദ് കി അന്തിം കഹാനി. പ്രേംചന്ദിന്റെ ഒടുവിലത്തെ കഥ, അദ്ദേഹം അവസാനമായി എഴുതിയ കഥ കഫൻ. കഫൻ എന്ന കഥയാണ് അദ്ദേഹം അവസാനമായി എഴുതിയത്. ശവക്കച്ച എന്നാണ് ഈ പദത്തിന് അർത്ഥം. പ്രേംചന്ദ് കാ കഹാനി സംഗ്രഹ് കിസ് നാം സെ പ്രകാശിത് ഹുവ? പ്രേംചന്ദിന്റെ കഥാസമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? മാനസരോവർ 8 ഭാഗമേ. 8 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ച മാനസരോവർ എന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ കഥാസമാഹാരം.
പ്രേംചന്ദ് കാ മൃത്യു കബ് ഹുവാ ഥാ? പ്രേംചന്ദിന്റെ മരണം എപ്പോഴായിരുന്നു? 8 അക്ടോബർ 1936 में 8 ഒക്ടോബർ 1936 പ്രേംചന്ദിന്റെ മരണം സംഭവിച്ചത്. ഹിന്ദി, ഉറുദു എന്നീ 2 ഭാഷകളിലും ഒന്നുപോലെ അനന്തരസാധാരണമായ പാഠവും പ്രദർശിപ്പിച്ച ഉപന്യാസ സമ്രാട്ട് മുൻഷി പ്രേംചന്ദിന്റെ പേര് സാഹിത്യപ്രേമികൾ മറക്കില്ല. നമുക്കും അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ അവസരത്തിൽ ഓർമ്മിക്കാം, നമിക്കാം. കൂടുതൽ അറിയാൻ, കൂടുതൽ ക്വിസിന് അടുത്ത വീഡിയോ കാണുക. നന്ദി.